അപ്പോഴേ ഞാൻ രാവിലെ വീഡിയോ ആയിട്ട് വന്നത്. ഇന്ന് എനിക്ക് ശ്രീചിത്രയിൽ പോകണം, തിരുവനന്തപുരത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുക. അപ്പോൾ പിന്നെ നാത്തൂൻ്റെ മോൻ അവിടെ ആശുപത്രി കിടക്കുന്നു. അപ്പോൾ അയാളെ ഒന്ന് കാണണം. ഇത് രണ്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം കൂടെ രാജേശ്വരി ഉണ്ട്, ഞാനും രാജേശ്വരിയും കൂടെ പോകുന്നത് രാവിലെ. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ചെയ്തു ഞാനിങ്ങനെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലൂടെ വന്നിരിക്കുക കേട്ടോ. അപ്പം പെട്ടെന്ന് ഇനി പോകണം, കാരണം സമയം ഒക്കെ ഒരുപാടായി വരുന്നുണ്ട്. 6:45 7:40 വണ്ടി കേട്ടോ. അപ്പോൾ ആ വണ്ടിക്ക് പോയാൽ നേരെ നമുക്ക് അവിടെ ചെന്നിറങ്ങാം. ഇവിടെ നിന്ന് 40 രൂപയേ ഉള്ളൂ. ഇപ്പോൾ ടിക്കറ്റ് ചാർജ് കൂടിയെന്ന് പറയുന്നു, 45 കൂടിയെന്ന് പറയുന്നു. 5 രൂപയും കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടത്തില്ല. അപ്പോൾ എന്തായാലും ആ ട്രെയിന് പോയാൽ അവിടെ ചെന്ന് പേട്ടയിൽ ഇറങ്ങിയിട്ട് പേട്ടയിൽ നിന്ന് പിന്നെ 13 രൂപ 15 രൂപ 13 15 ഇതിൽ കൂടല്ല ബസ്സിന്, അല്ലെങ്കിൽ പ്രിയദർശിനി ഇട്ട് ഇപ്പം പ്രിയദർശിനിക്ക് വാങ്ങട്ടോ. അപ്പോൾ അതാണ് രാവിലെ. ഇനി ഒന്ന് കുളിച്ച് റെഡിയായി മാത്രം മതി. രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി ശ്രീകുട്ടന് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് ശ്രീകുട്ടന് കാപ്പി കൊടുക്കണം. അപ്പോൾ എല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ ശ്രീകുട്ടന് അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ശ്രീകുട്ടൻ താമസിക്കും, പതുക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനെ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെയുള്ള യാത്ര തിരുവനന്തപുരം യാത്രയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും, എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടുന്ന ഫോമും പിന്നെ എൻ്റെ ചികിത്സയുടെ പേപ്പറുകളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുക. ചികിത്സയുടെ പേപ്പർ കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഞ്ചായത്തിൽ കൊടുക്കുന്നത് എനിക്കൊരു ചികിത്സാ സഹായം പഞ്ചായത്ത് തരാമെന്ന് പറഞ്ഞു. കാരണം ഗുളികയ്ക്കൊക്കെ ഭയങ്കര പൈസ അല്ലയോ. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ ചിലപ്പം 10 രൂപ കിട്ടുമായിരിക്കും, 10,000 കേട്ടോ. അപ്പോൾ 10,000 രൂപ കിട്ടിയാൽ ഒരു 4 മാസത്തേക്കുള്ള 4 മാസത്തേക്കല്ല 3 മാസത്തേക്കുള്ള ഗുളികയ്ക്കുള്ള പൈസയാവും. പക്ഷേ അത് മാത്രം ഗുളിക മാത്രം മേടിക്കാൻ നമുക്ക് വെച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗുളികയും മേടിച്ച് ബാക്കി പൈസ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം. അപ്പം അങ്ങനെ കുറേ ദിവസമായി എൻ്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം തന്നിട്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ എനിക്ക് എഴുതി തന്നായിരുന്നു, അവിടുന്ന് ഫോം എഴുതുന്നു. അപ്പോൾ അവരത് ബില്ലില്ലായിരുന്നു എൻ്റെ കയ്യിൽ. മരുന്ന് മേടിക്കുന്ന ബില്ല് വേണം കേട്ടോ. ആരായാലും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കും, ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുമ്പോൾ ആ ബില്ലുമായിട്ട് പോകണം. ഞങ്ങൾ ആദ്യം ചെന്ന് എഴുതി മേടിച്ചപ്പം ബില്ലില്ലായിരുന്നു. അപ്പം ബില്ലില്ലാത്തത് കൊണ്ട് ഡോക്ടർ എനിക്കൊരു 35,000 രൂപയുടെ ഒരു ബില്ലാണ് തന്നെ. അന്നേരം 35,000 രൂപയുടെ ബില്ല് തന്നപ്പോൾ അന്നേരം സാറ് തന്നെ പറഞ്ഞ് 35,000 രൂപയുടെ ബില്ലാണെങ്കിൽ കുറച്ച് പൈസയേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് അടുത്തേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ബില്ലെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയാം എന്തെങ്കിലും ഒരു ആവശ്യം വരുമെന്നുള്ളത്. അപ്പോൾ ഞാൻ അവൻ്റെ ബില്ലെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നു, ഒരു ഡപ്പയ്ക്കകത്താക്കി വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് പറക്കി കെട്ടി ഞാൻ പോവാം. അന്ന് തന്നെ ഫോം, അന്നൊരു ഫോം തന്നായിരുന്നു കേട്ടോ, എഴുതി തന്നായിരുന്നു. അപ്പോൾ ആ ഫോം ഇവിടെ ഇരിപ്പുണ്ട്, ഞാനത് കൊടുത്തില്ല. അപ്പോൾ ഇനി ആ ഫോം കൂടെ വെച്ചിട്ട് എന്തായാലും കൈ സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇനി അവിടെ ചെല്ലുമ്പോൾ എഴുതി തരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും പോയി എഴുതി മേടിക്കാം. അപ്പോൾ ശരി, നമുക്ക് തിരുവനന്തപുരത്തോട്ടൊക്കെ പോകുമ്പോൾ ആരെങ്കിലെയൊക്കെ കാണുന്നെങ്കിൽ ഇനി അടുത്ത ആഴ്ചയിലും എനിക്ക് പോകേണ്ടി വരും. അടുത്ത ആഴ്ച ഓടി വരുമെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച മിക്കവാറും വീണ്ടും അവന് ചിലപ്പോൾ ആ കൊച്ചി ചേർക്കാൻ ചിലപ്പം ഓപ്പറേഷൻ കാണും. അപ്പോൾ അവനെ വീണ്ടും കാണാൻ പോകണം. അതൊക്കെ തന്നെ വേണം. അവിടെ വരുമ്പം ചേച്ചിയും വരും, നാത്തൂനും വരും. അപ്പോൾ ഞാനും രാജേശ്വരിയും ഞങ്ങൾ തിരുവനന്തപുരം പേട്ടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരുവനന്തപുരം പേട്ടയിലാണ് കാര്യം. ഞങ്ങളിന്ന് ആശുപത്രിയിൽ പോകണം. ചേച്ചിയുടെ മോന് ആശുപത്രി കിടക്കുന്നു, അയാളെ കാണണം. അപ്പോൾ ഞാനും രാജേശ്വരിയുടെ പോകുന്നത്. അപ്പോൾ എനിക്കിന്ന് ഡോക്ടറെ കാണുന്ന കുറച്ച് സർട്ടിഫിക്കറ്റ് എടുക്കണം. ഹോസ്പിറ്റലിൽ ചെന്നിരുന്നിട്ടില്ല കേട്ടോ. ഇവിടെ അപ്പുറം ചെന്നിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കണം. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതാണ്, രണ്ടുപേരും ഒന്നും കഴിച്ചില്ല. ഞാൻ രാവിലെ ഒരു ചായ കുടിച്ച്, കാരണം എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഗുളിക കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചതുമില്ല, രാവിലെ ഇങ്ങ് പോരുന്നതാണ്. ശ്രീകുട്ടനെ സ്കൂളിലൊക്കെ പോകാനുള്ളതൊക്കെ ഒരുക്കങ്ങളൊക്കെ ഒരുക്കി, പിന്നെ രാവിലെ വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് ഇങ്ങ് പോരുന്നതാണ്. അപ്പോൾ ഇനി അവിടെ അപ്പുറത്ത് കാൻറ്റീൻ ഉണ്ട്, അപ്പോൾ അവിടെ ചെന്ന് ചായ കുടിക്കാം അല്ലയോ.
സാമ്പാർ കടലക്കറി. ഞങ്ങളങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് നടന്നു വരികേട്ടാ. എൻ്റെ പുതിയ ചുരിദാറാട്ടോ, മേടിച്ചിട്ട് 6-7 മാസമായി ഇടാതിരുന്നതാണ്. 400 രൂപയുടെ ചുരിദാർ. 400 രൂപ പറയത്തില്ല, നല്ല. അപ്പോൾ ഇനി നേരെ ഞങ്ങൾ പ്രിയദർശിനി കിട്ടുമെന്നുണ്ടെങ്കിൽ പ്രിയദർശിനിക്കകത്ത് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി പോകണം. ഭയങ്കര തിരക്കേട്ടോ. ഇൻ്റർസിറ്റിക്ക് വന്ന ആൾക്കാരാണ് ഈ പോകുന്നത് കേട്ടോ. മൊത്തം ശരിക്കും ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ പോയി. ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോകുന്നതിനുമ്പേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ആൾക്കാർ കേട്ടോ. കണ്ടമാനം ആൾക്കാരാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങേ എന്നിട്ടൊക്കെ കാണാം കേട്ടോ. അവിടുന്ന് ക്രോസ് ചെയ്ത് ഇവിടെ ഇറങ്ങി വണ്ടിയുടെ ഭയങ്കര തിരക്കാരണം കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് പോയി അവിടുന്ന് പ്രിയദർശിനിയിൽ പോകാം. പ്രിയദർശിനി കയറിയാൽ ഇന്നത്തെ പകുതി വണ്ടിക്കൂലിയുടെ പൈസ ലാഭം. അടുത്ത എന്തായാലും വേണം. ഇൻ്റർസിറ്റിക്ക് 45 രൂപയായിരുന്നു മൺട്രോത്തിൽ നിന്ന്, ഇപ്പം 50 രൂപ ആയില്ലയോ? ഇപ്പം ഞാൻ പറഞ്ഞില്ലയോ, നാത്തൂൻ്റെ മോൻ ആശുപത്രി കിടക്കുന്നു. അപ്പോൾ അയാൾക്കുള്ള ചോറും കൂടാണ് രാജേശ്വരിയുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. കൂട്ടത്തിൽ ഞങ്ങൾക്കുള്ള ചോറും ഉണ്ട്. അവിടെ ഒരു ബസ് കിടക്കുന്ന, അടുത്ത ബസ്സിൽ പോകാൻ സമയം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിൽക്കുക കേട്ടോ, പ്രിയദർശിനിക്കകത്ത് നിൽക്കുക. പ്രിയദർശിനിയാണെന്ന് തോന്നി വരുന്നത്. അത് ഇങ്ങോട്ടാണോ എന്നറിയത്തില്ല. അത് തന്നെ ഇവിടെ ചാലക്കമ്പുറത്തിലൊക്കെ ഞാൻ പോകുമായിരുന്നു. നേരത്തെ കിട്ടുകയാണെങ്കിൽ പോകാം കേട്ടോ. അമ്മയും കൊണ്ട് ഇവിടെ കിടക്കുമ്പോൾ ഞാൻ പോകുമായിരുന്നു. ചാലക്കമ്പുറത്തിലൊക്കെ പോകുമായിരുന്നു. ഒരു അമ്മക്ക് ചില പരിചയമായിരുന്നു. അമ്മയും കൂടി കുറച്ചാളുകൊണ്ട് ചുമ്മാ ഇവിടെ ഇറങ്ങാം. അവിടെ ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. ഇപ്പം നമ്മൾ സിഗ്നലായി കിടക്കുക. സിഗ്നലല്ല, അവരുടെ സ്ഥലമാ. അവരുടെ സ്ഥലത്തൂടെ നടക്കാനേ അനുവാദമില്ല. അവർ പറയുമ്പം പോയാൽ മതി. കമ്മലി ഉണ്ടാവും. ഇവിടുന്നേ തുടങ്ങി പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ. പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന പ്രശ്ന മേഖലയാണ് ഇവിടെ. കേട്ടോ, അടുത്ത സ്ഥലത്തോട്ട് പോവാം. സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം, ടോക്കൺ എടുത്ത് വേണം കേളി. ടോക്കണൊന്നും കിട്ടത്തില്ല കേട്ടോ, പാസ് മുഖാന്തരം കയറണം. ആ കാണുന്നതാണ് ഗവൺമെൻറ് കോളേജ്, നേഴ്സിംഗ് കോളേജാട്ടോ. ഞാൻ എപ്പോഴായാലും ഇവിടെ വരുമ്പം മെഡിക്കൽ കോളേജിൽ വരുമ്പോഴേ അമ്മയെ ഓർക്കും. കാരണം അമ്മ 10-27
ദിവസം അമ്മ ഇവിടെ കിടന്നില്ലയോ? 27 1 മാസത്തിൽ കൂടുതൽ അമ്മ ഇവിടെ കിടന്നതാണ്. മാസം കിടന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ച് ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് 6 മാസമായി. അവിടെ അമ്മയും കുഞ്ഞും ഇരിക്കുന്നില്ലേ? അല്ല, അവിടെ ഒരു അമ്മയും അപ്പോൾ അത് കാരണം പെട്ടെന്ന് അമ്മയുടെ ചിന്ത വരും. മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് എവിടെ വന്നാലും നമുക്കപ്പുറം ക്രോസ് ചെയ്യാം. അവിടെയാണ് മോർച്ചറി, അങ്ങോട്ട് പോകുന്നിടത്ത്. ഇന്നും മനസ്സിൽ നിന്ന് മാറുന്നില്ല അമ്മയുടെ. അമ്മയെ ഇറക്കിക്കൊണ്ട് വരുന്നു. ആ കാണുന്നതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ. നമുക്ക് അങ്ങ് താഴെ ചെന്നിട്ട് വരാമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഫോം മേടിക്കേണ്ടതുണ്ടല്ലോ, നമ്മൾ ഇതുവഴി വന്നേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കട്ട് ചെയ്ത് കളഞ്ഞാന്ന് തോന്നല്ലേ. ഇത് ഇപ്പോൾ മുകൾ പാലം ഫ്രണ്ട് അല്ല, അത് തന്നെ ഈ ഇത് മുകൾ പാലം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അത് ഇടിഞ്ഞു പോയതെങ്ങനെ കട്ട് ചെയ്ത് തന്നോ. അമ്മയും കൊണ്ട് ഞങ്ങൾ ഇതുവഴി പോയത് ഓർമ്മയുണ്ട്. ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ വന്നു. ഇവിടെ കുട്ടനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചു. അപ്പോൾ ഇവിടെ നിരന്തരം ഇങ്ങനെ ഡേറ്റ് മാറ്റി മാറ്റി കൊടുക്കുകയില്ലേ. എവിടെ കണ്ടു അവളെ വിളിച്ചു നോക്കി. ഇവിടുത്തെ തിരക്കുണ്ടോ? മെഡിക്കൽ കോളേജിനകത്തെ തിരക്ക് വേറെ, സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ തിരക്ക് വേറെ. ഇത് നമ്മൾ OP-യിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഡോക്ടറെ കണ്ട് സർട്ടിഫിക്കറ്റ് എല്ലാം എഴുതി മേടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കട്ടെ. ചോറ് കഴിച്ചാണ്. ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനിയിപ്പം വീട്ടിൽ പോകാനായിട്ട് ഇരിക്കും കേട്ടോ. കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ചോറ് കഴിച്ചിട്ട് അന്നേരം ഇറങ്ങിയത് കേട്ടോ. കയറി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം എഴുതി കിട്ടി. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വിട്ടു. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ അതായിരുന്നു കാര്യം കേട്ടോ. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഏകദേശം ഒരു 4000 രൂപയ്ക്കടുത്താവും ഒരു മാസത്തേക്കുള്ള ഗുളികയ്ക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു ഫോമൊക്കെ തന്നു. അപ്പോൾ അവിടെ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടുമെന്നുണ്ട്. സഹായം 10 ചിലപ്പം 10 രൂപ കിട്ടുമായിരിക്കും. ഇല്ലയോ? അപ്പോൾ അതായിരിക്കും. ഇപ്പം ഇരുപതറിയത്തില്ല. ചിലപ്പം നമ്മൾ ബില്ല് കൊടുക്കുന്നതനുസരിച്ച് ബില്ല് കൊടുത്താൽ അവർക്കൊരു നിശ്ചിത തുകയല്ല അവർ രോഗി അങ്ങനെ ചികിത്സാ സഹായമായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്തായാലും കൊടുക്കാമെന്ന് വിചാരിച്ചു. കിട്ടുന്നതാവട്ടെ എന്ന് വിചാരിച്ചു. ഒരു മാസത്തെ ഗുളിക മേടിക്കാനാണെങ്കിൽ അത്രയാവുമല്ലോ. അപ്പോൾ അതാ കാര്യം. അപ്പോൾ അങ്ങനെ എന്തായാലും ആ സർട്ടിഫിക്കറ്റൊക്കെ എഴുതി മേടിച്ച് ഞങ്ങളിനി ചോറൊക്കെ കഴിച്ചിങ്ങനെ പോകട്ടെ. അവിടെ എല്ലാം ആൾക്കാർ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഡോക്ടറെ കാണാൻ വിട്ട് എൻ്റെ ഒരു ഭാഗ്യത്തിന് ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡോക്ടറൊപ്പൊക്കെ വേണമായിരുന്നു. അപ്പോൾ എന്തായാലും അത് എഴുതി മേടിച്ച് പോകാം. ഇനിയിപ്പോൾ പോകാം. വരുമ്പോൾ ഞാൻ ഇപ്പം ഇതുവരെ ഈ കെട്ടിടത്തിലായിരുന്നു വരേണ്ടുന്നത്. അപ്പോൾ ഇനി വരേണ്ടതെന്ന് വെച്ചതാണ്ട് ആക്കാണ് ബിൽഡിങ്ങിലാട്ടോ. അപ്പോൾ അവിടെയാണ് പേസ് മേക്കറൊക്കെ മാറ്റി അങ്ങോട്ടാക്കി കേട്ടോ. പേസ് മേക്കറിൻ്റെ OP അവിടെ ആക്കി. അപ്പോൾ ഇനിയിപ്പം വലിയ താമസം അപ്പുറം വന്നിരിക്കണം. ഇവിടെ എനിക്ക് ഇഷ്ടം പോലെ ഒരു 3-4 വർഷം കൊണ്ട് ഇവിടെ വന്ന് പരിചയം ഇരിക്കുന്ന വെയിറ്റിംഗ് ഷെഡും ഒക്കെ പരിചയസമ്പന്നനായി. അവിടെ നിന്ന് ഒതുങ്ങി വന്നപ്പം അപ്പോൾ അവിടെ നിന്ന് മാറ്റി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത OP-യിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങ് താഴെ ഇറങ്ങി പോകണം. ഇവിടെ ആകുമ്പോൾ നേരെ ഇവിടെ വന്ന് ഇറങ്ങിയാൽ മതിയാണ് കേട്ടോ. അതുകൊണ്ടല്ലോ അവിടെ കുറേ ചെടികളുടെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. വള്ളം 2 വള്ളം കിടക്കുന്ന അപ്പുറം ഇപ്പുറമൊക്കെ. ശംഖ് ശംഖ് അതാണ് ഭയങ്കര ഒരു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർസിറ്റിക്ക് തന്നെ പോകാം. വന്ന ട്രെയിനിൽ തന്നെ പോകാം. നമ്മളെ എങ്ങനെ ചേച്ചി ഇങ്ങോട്ട് വരുമോ? അപ്പം ഞങ്ങളുടെ ചേച്ചിയുണ്ട് കേട്ടോ, നാത്തൂന്. അപ്പോൾ അവർ ചോറുമൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ചേച്ചിയും കൂടെ വന്നിട്ട് ഞങ്ങൾ 3 പേരോട് ഒന്നിച്ചു. ചേച്ചിക്ക് ബസ്സിന് പോകണം, ഞങ്ങൾക്ക് ട്രെയിനും പോകണം. അപ്പോൾ ഇനി
അമ്മയും കുഞ്ഞിരിക്കുന്നിട്ട് വരാൻ പറ. ആര് പറഞ്ഞു? ആരെങ്കിലും സമ്മതിക്കുക? ഇതുണ്ടോ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആട്ടോ. എത്രയോ പേരാ അത് വാങ്ങിച്ച് കഴിക്കുന്നത്. ഇതാണ് നിർത്തലാക്കണമെന്ന് പറഞ്ഞ കാര്യം സംഭവം. നിർത്തലാക്കിയിട്ട് ഈ പാവത്തിന് പിടിച്ച് ഒരു പൈസയും ഇല്ലാതെ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യും? നന്ദോ എന്ത് രണ്ട് പൊതി തോന്നുന്നത്. ഞങ്ങൾ കിഴക്കേക്കോട്ടയിലാണ് വന്നിറങ്ങിയത് കേട്ടോ. ബസ്സിന് വന്ന് ചുറ്റിക്കറങ്ങി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വന്നിറങ്ങിയത്. അപ്പോൾ ഇനി ഇവിടുന്ന് നടന്ന് കുറച്ച് അങ്ങോട്ട് പോയി കിഴക്കേക്കോട്ടിലൊക്കെ ഇറങ്ങി കുറച്ച് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് മേടിക്കണം കേട്ടോ. പച്ചമുളക്, ഇവിടുത്തെ തിരുവനന്തപുരംകാരുടെ ഒരു മുളകുണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു മുളകാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇതുണ്ടോ ഇവിടെ വന്നിറങ്ങി പുളി. ഇവിടെ വന്നാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മളപ്പുറത്തെ ചളി ഇഷ്ടംപോലെ മാർക്കറ്റുണ്ട്. അപ്പം അവിടെ കമ്പോളത്തിനകത്ത് കയറാം. ഇവിടെ ആ മുളകില്ലെന്ന് തോന്നുന്നു. നമുക്ക് അതിലോട്ട് ഇറങ്ങിയിട്ട് പോകാം. വെള്ളം വല്ലതും കുടിക്കുന്ന അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ കിഴക്കേക്കോട്ട വന്നിരിക്കുക കേട്ടോ. ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് ഡെയിലി ഇവിടെ വരുമായിരുന്നു ലിജിയെ കാണാനും ആശുപത്രി പോകുമ്പോഴൊക്കെ. കണ്ടോ ചെരുപ്പ് കൂട്ടിയിട്ടേക്കുന്നു. ഇതുണ്ടോ മൊത്തം ചെരുപ്പ് കൂട്ടിയിട്ടേക്കുക. എല്ലാം വിലക്കുറവിൽ മേടിക്കാം. അപ്പുറം ഇറങ്ങണം രാജശ്രീ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ വേണ്ട ഞാനും ഭാവയും കൂടെ വരുമ്പോഴേ സ്ഥിരം ഒരു കടയുണ്ട് ജ്യൂസ് കുടിക്കുന്ന കട. ഇവിടെ വന്നാൽ ഭാവയ്ക്ക് ജ്യൂസ് കുടിക്കണം. ആ ഈ ഒരു കടയിൽ സർവത്ത് കട, ആ ഒരു കടയിൽ നിന്നായിരുന്നു ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്നത്. ഇവിടെ വന്നാൽ സകല സാധനങ്ങളും മേടിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളങ്ങ് അപ്പുറം ക്രോസ് ചെയ്ത വലിയ തുറ ചെറിയ തുറയിൽ പോകുന്ന കൂട്ടാതെ. അപ്പോൾ അന്ന് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഈ കാണുന്ന മേൽപ്പാലം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. മേൽപ്പാലത്തിൻ്റെ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നതേ ഉള്ളായിരുന്നു. ക്രോസ് ചെയ്ത് അപ്പുറം ഇറങ്ങിയിട്ട് ഇറങ്ങാം നടന്നു പോകാം. ഇതിനകത്തൂടെ പോകാം. റെയിൽവേ സ്റ്റേഷനിലോ അതിവിടെ കുറച്ചങ്ങോട്ട് നടന്നു പോകാം. ഇതിനും ബസ്സിനകത്ത് വരെ അങ്ങ് പോകാം. ഇഷ്ടംപോലെ ബസ്സല്ലേ കിടക്കുന്നത്. അതെ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുന്നത് പച്ചക്കറി മാർക്കറ്റ്, ഫ്രൂട്ട്സ് മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് വേറെ സ്ഥലത്താണ്. അവിടെ ഇറങ്ങാം നമുക്ക്. എന്താ ഇതിനകത്തൂടെ തന്നെ പുറത്തിറങ്ങാൻ തോന്നുന്നു. അവിടെ ഇറങ്ങാം. പഴുത്ത മാങ്ങ കേടായിട്ടുണ്ടോ?
അതാ പറഞ്ഞു. ഇതൊക്കെ സാധനങ്ങളാണ് കേട്ടോ. ഇത് സ്വർണ്ണക്കടകളാണ് ഏറ്റവും കൂടുതലുള്ളത്. എല്ലാ സൈഡിലും സ്വർണ്ണക്കടകളാണ്. പിന്നെ ഒരു വിരി ബൈക്കിനകത്ത് ഇട്ടേക്കുന്നു, വിരി വിൽക്കാനായിട്ട്. സ്വർണ്ണക്കടയും വെള്ളിക്കടയും ഏറ്റവും കൂടുതലും. മാർക്കറ്റിനകത്തൂടെ കറങ്ങും കേട്ടോ. അതിപ്പോൾ ഞങ്ങൾ നടക്കുന്ന വെച്ചാൽ സ്വർണ്ണക്കടയും പാത്രങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്തൂടെ നടക്കുന്നത്. ഇനി ഞങ്ങൾക്ക് നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റിലാണ് കയറേണ്ടത്. കാരണം ആ മുളകിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ മുളക് മേടിക്കണം. അതാണ് അതായത് എവിടെ ഈ സൈഡിൽ രണ്ടിടത്തും നോക്കിയാൽ സ്വർണ്ണക്കടകളാണ്. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എവിടെ ഉള്ളത് മൊത്തം. അപ്പോൾ എന്തായാലും നമുക്ക് പച്ചക്കറി മാർക്കറ്റിലോട്ട് പോകാം. മെയ്പ്പിരിക്കണം, ഞങ്ങൾ കഴിഞ്ഞ് പോവാം. ഇത് പച്ചമരുന്ന് കേട്ടോ, ഹോൾസെയിൽ കടയാണ്. നമുക്കിപ്പോൾ ഇതുവഴി അങ്ങ് തിരിഞ്ഞിറങ്ങാം. ഇവിടെ ആരും ഇല്ലല്ലോ ഇതുവഴി. ആ റോഡിലിറങ്ങാം കേട്ടോ. ഇതുവഴി ഇവിടെ ആൾസഞ്ചാരം കുറവാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുവഴി ഞങ്ങളങ്ങ് അപ്പുറം ഇറങ്ങാൻ പോവാം. അപ്പുറം ഇറങ്ങിയിട്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പം നമ്മൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് നേരത്തെ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്ന് ഞാൻ ഇരിക്കുക, ചായയൊക്കെ കുടിച്ചിരിക്കുക. അപ്പം പോയ കാര്യമൊക്കെ നല്ല രീതിയിൽ സാധിച്ചു കേട്ടോ. അവരാദ്യം നമുക്ക് എഴുതി തരത്തില്ലെന്നൊക്കെ പറഞ്ഞു. 1 വർഷത്തിനകം വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് കൂടെ എഴുതാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു, സാറേ എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്ന് എഴുതി തന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞു. അത് പഞ്ചായത്തിൽ കൊണ്ടുവന്നപ്പോൾ അവർ ഇത് വേണ്ട, നിങ്ങൾ കുറച്ച് തുകയും കൂടെ കൂട്ടി എഴുതിക്കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നല്ലൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹം അത് എഴുതി തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കിഴക്കേക്കോട്ടലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി. പകുതി വഴിക്ക് പോയപ്പോഴത്തേക്കും മെമ്മറി അങ്ങ് തീർന്നുപോയി മൊബൈലിൻ്റെ. അപ്പം പിന്നെ ഞങ്ങൾ പകുതി സ്ഥലമൊക്കെ പോയി കണ്ടിട്ട് ഞാനും രാജേഷും കൂടെ തിരിച്ചു പോയിരുന്നു കേട്ടോ. അങ്ങനെ പോകാൻ കാരണമെന്ന് പറഞ്ഞാൽ 3 മണിക്കാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയത്. പിന്നെ ഒരു 4:30-5:30 വണ്ടി എടുക്കത്തുള്ളൂ, ഇൻ്റർസിറ്റി എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാൽ ഇച്ചിരി എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊക്കെ ഇത്രയും സമയം നമുക്ക് അവിടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പോയി പകുതിക്ക് ചെന്നപ്പോഴത്തേക്ക് മെമ്മറി തീർന്ന് ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നമ്മൾ കിഴക്കേക്കോട്ടയിൽ വന്ന് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചാല മാർക്കറ്റിൽ നമ്മൾ പോയത് കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങളൊരു പ്രിയദർശിനി കയറി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അവിടുന്ന് പിന്നെ ഒന്ന് ടിക്കറ്റൊക്കെ എടുത്ത് എന്തായാലും നേരത്തെ വീട്ടിൽ വന്നു കേട്ടോ. അതാണ് കാര്യം, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ് എന്നെ ഇത്രയൊക്കെ. കാരണം എനിക്ക് എൻ്റെ ഒരു കൊച്ചൊരു വീഡിയോയ്ക്ക് എനിക്കൊരു ഒരു തുച്ഛമായ ഒരു തുക എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ മരുന്ന് വെടിപ്പായാലും ചേട്ടൻ്റെ മരുന്ന് വെടിപ്പായാലും പിന്നെ കൊച്ചു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരുപാടങ്ങ് അധികമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യം.